പ്രതികളായ സത്യരാജും ധർമ്മരാജും കുറ്റവാളികളാണെന്ന് ഈ കോടതിക്ക് പൂർണ്ണ ബോധ്യം വന്നതിനാൽ പ്രതികളെ 6 മാസത്തെ കഠിന തടവിന് വിധിച്ചിരിക്കുന്നു. പ്രതികളെ കസ്റ്റഡിയിലെടുത്ത കോൺസ്റ്റബിൾ രുദ്രൻപിള്ള ഈ കോടതിയുടെ പ്രത്യേക പ്രശംസ അർഹിക്കുന്നു. എല്ലാരും കൂടെ എങ്ങോട്ടാ? ജയിലിലേക്ക്. വേണ്ട വേണ്ട, ആരും വരണ്ട. കോടതി പറഞ്ഞ കേട്ടില്ലേ? ആപൽക്കരമായ ഏറ്റുമുട്ടലിലൂടെ ഒറ്റയ്ക്ക് ഇവരെ കസ്റ്റഡിയിലെടുത്ത് കോടതിയിൽ ശിക്ഷ മേടിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ ഇവരെ സുരക്ഷിതരായി ജയിലിലെത്തിക്കുവാനും ഈ രുദ്രൻപിള്ളയ്ക്ക് കഴിയും. 2 കള്ളന്മാരെ ഒറ്റയ്ക്ക് ഇത്ര ദൂരം കൊണ്ടുപോകുന്ന റിസ്ക്കാണ്. ആ റിസ്കിന്റെ ക്രെഡിറ്റ് കൂടി എനിക്കിരിക്കട്ടെ. ആരും എന്നെ തടയരുത്. നീ മുൻ സീറ്റ് ഇരി. അപ്പൊ ഞാനോ പോട്ടെ. ഇങ്ങോട്ട് ഇറങ്ങാൻ. എന്തിനാ ഇങ്ങോട്ട് ഇറങ്ങാൻ? എന്തിനാ? ഇങ്ങോട്ട് ഇറങ്ങടോ. എന്താ കാര്യം പറ. അതൊക്കെ ഇറങ്ങിയിട്ട് പോകാൻ. എനിക്ക് ഒരു ഡ്രൈവറുടെ ആവശ്യമില്ല. താക്കോലിങ്ങനെ താക്കോലും തരത്തില്ല. താക്കോലിങ്ങനെ അത് പറ്റത്തില്ല. താക്കോലി തുടങ്ങി. ഈ പേയ്മെന്റ് സ്വന്തം വകയല്ലോ, ഡിപ്പാർട്ട്മെന്റ് വകയല്ലേ? അത് ആർക്കും ഓടിക്കാം. അങ്ങനെ ഞാൻ പോയി വരുന്നതിനിടയ്ക്ക് വല്ല കൊലപാതകമോ ബലാത്സംഗമോ മോഷണമോ നല്ലത് നടന്നാലേ എല്ലാം പെൻഡിങ് വെച്ചാലേ ഞാൻ വന്നിട്ട് ഹാൻഡിൽ ചെയ്തോളാം. അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. പ്രൊമോഷൻ കിട്ടണേ പണി എടുക്കണോടോ. നടക്കുന്നത് തൊപ്പിയും വെച്ച് പോലീസ് എന്നും പറയും. കള്ളന്മാരെ കൊണ്ട് പറയും. ആദ്യമായി 2 എലുമ്പന്മാരെ കൈ കിട്ടേണ്ട അഹംഭാവമാക്കണവന്. കൈ കിട്ടിയത് വീരപ്പനാ വിചാരം. സ്റ്റാർട്ട് ആകുന്നില്ലല്ലോ. നല്ല പണിക്കാത്ത ഡ്രൈവർ കയറിയതാ. അയാളെ പിടിച്ച് പുറത്താക്കിട്ട് ഇപ്പം ചായ ഉണ്ടെങ്കിൽ കഴിക്കേണ്ട സമയമായി. മര്യാദക്ക് ഞങ്ങളെ ജയിലെത്തിച്ചാലും കണ്ടല്ല. വിവരം അറിയും കേട്ടാ. ആര്? ഞങ്ങളറിയും. ജീപ്പ് ഓടിച്ചിട്ട് കുറെ കാലമായി. ഇതിനു മുമ്പ് പ്ലേ പറപ്പിക്കലായിരുന്നല്ലോ. അതെ, വണ്ടിയുടെ ക്രൈം ഷാഫ്റ്റ് പോലെയായിരിക്കും. ഇതിന് ശരിയാവത്തില്ല. ക്രൈം ഷാഫ്റ്റ് അതായത് വണ്ടിയുടെ പാർട്ട് ഓഫ് ദ ഹാർട്ട് പറഞ്ഞിട്ടാക്കി തരാം. അതായത് കാർപ്പറ്റിൽ നിന്നും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് സൈലൻസറിലേക്ക് പോകുമ്പോ അതിനിടയ്ക്ക് ഫണ്ടമെന്റിൽ നിന്ന് കൊളാബറേറ്റ് ചെയ്യുന്ന ഒരു യന്ത്രമുണ്ട്. ആ യന്ത്രം നഷ്ടപ്പെട്ടാൽ ഈ വണ്ടിന്നല്ല തീവണ്ടി പോലും റോട്ടി കിടന്നോടൂല. ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അവിടെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ബിരുദാരും അല്ലെങ്കിലും ഈ ടൂറിസ്റ്റ് ടാക്സി വിളിച്ച് അതിലെ ഡ്രൈവറുടെ കാര്യത്തില് ഈ തോർത്തിങ്ങിനേക്ക് ഞെക്കി മുറിച്ച് അയാളെ കൊന്നവൽ ആറ്റിലോ കൊക്കയിലോ വലിച്ചെറിഞ്ഞ് ആ കാറിന്റെ എഞ്ചിൻ അയച്ചു മാറ്റി പാർട്സ് ആക്കി ചൂടൊപ്പം പോലെ വിളിക്കുന്നത് പുല്ല് വർത്തമാനം പറഞ്ഞ് നിൽക്കാതെ എങ്ങനെയെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ നോക്കും. നിന്നെയൊക്കെ സമയത്തിനോട് എത്തിച്ചില്ലെങ്കിൽ എന്റെ പണി പോകും, എന്റെ പ്രമോഷൻ പോകൂടാ. അയ്യോ സാറിന്റെ പ്രമോഷൻ പോകും. ഇതാ പറയുന്നത്. ഗതി കെട്ടാ പോലീസും പുല്ല് തിന്നുവന്ന് ഇട്ടവൻ തന്നെ അയക്കുന്നു. ആവശ്യമില്ലാത്തവരെ താഴെ കിട്ടി നിൽക്കുന്നു. പറഞ്ഞ പോലെ ഇവിടെ ഉണ്ടല്ലോ. എന്റെ ഈശ്വര, എന്റെ സാറെ സ്പീക്കറിലാണ് നമ്മൾ ഇവിടെ വരെ വന്നത്. സ്പീക്കറോ? ഞങ്ങളെ കാത്തല്ലോ. ഇനി യൂട്രസ് പോയിട്ടുണ്ടാവോ? തലകത്തിട്ടോ ഒരു നമുക്കൊന്ന് തല്ലി നോക്കാം. ല്ലേ സാറോട് ഞാൻ തള്ള. നീ എന്നെ എങ്ങനെ എടുത്തണ്ട. അന്ന് ഞാനിരിക്ക സാറ് തന്നെ. സാർ തള്ളരുത്. ഞാൻ തള്ളു. തള്ളു വരുന്നു. പ്രമോഷന് മേലുദ്യോഗസ്ഥരെ തള്ളണം, മന്ത്രിയെ തള്ളണം, ചീഫും തള്ളണം. തള്ളി തള്ളി കണ്ണു തള്ളി ഫുട്ബോളിൽ കാല് വെച്ച് തള്ളു. കാല് വെച്ചല്ലോ. ആ സ്റ്റെപ്പിനെ കൈപിടിച്ച് തള്ളു. ആ വെച്ചേ ആ കേറിക്കൊണ്ടിരിക്കുന്നു.